മാസമായിട്ട് ഇതെല്ലാം സാറിന്റെ പ്രസൻസിലാണ് പറയുന്നത്. സിനി എന്ന് പറയുന്ന കുട്ടി എൻ്റെ കൂടെ ഇപ്പോൾ വരാൻ ആഗ്രഹിച്ച്, എൻ്റെ കൂടെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന് അവളൊരു ഏജന്റ് അല്ലേ, നമ്മുടെ കൂടെ നടക്കല്ലേ. 2 ദിവസം എനിക്ക് സങ്കടം തോന്നി എൻ്റെ കൂടെ വന്നപ്പം പഠിക്കാൻ വന്നില്ലെന്ന്. ഇപ്പം എൻ്റെ മനസ്സ് അലിഞ്ഞ് പകുതി പോളിച്ച് കൊടുത്ത് 25 പോളിച്ച് കൊടുത്ത് ഗോവയ്ക്ക് എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഞാൻ ഇപ്പോൾ ഡൽഹി ആഗ്രഹം കൊണ്ടുവന്നു. ആ കുട്ടിക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര ആഗ്രഹം. ഒരു 25 പോളിസെങ്കിലും കൊടുത്ത് യൂണിറ്റിൽ നമ്പർ 1 ആകാൻ ആഗ്രഹം ഞാൻ കൊടുത്ത് എൻ്റെ കൂടെ വരാനിരുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങൾ വരാൻ പറ്റിയില്ല. വന്നോളും, നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ കൂടെ അപ്പം ചോദിക്കും, സുനിത എന്തിനാണ് ചെയ്തത്? സുനിതയുടെ കമ്മീഷനിൽ ഇവർക്ക് കൊടുക്കും പോകില്ലെന്ന്. വേറെ എവിടെയൊക്കെയോ നമ്മൾക്ക് വേണ്ടി ആരൊക്കെയോ വെച്ചിട്ടുണ്ട്. മനസ്സിലാ, നമ്മളൊന്ന് കൊടുത്തോണ്ട് നമ്മളൊന്നും പറയുന്നില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾക്കെന്താ ഒരു മനസ്സ് വേണം. ആർക്കെന്ന് സത്യത്തിൽ ഇപ്പൊ ഒരു കുറെ പോളിസികൾ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ COT ആകാമായിരുന്നു. പക്ഷെ എനിക്ക് COTക്ക് വേണ്ടി എവിടെയോ ആരോ ഇരിപ്പുണ്ട്. അത് ഞാൻ December 31 കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ ഉറച്ചു വിശ്വാസം പോകുന്നതൊക്കെ പൊക്കൊണ്ട് വരാനതൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. ഇന്ന് എൻ്റെ കൂടെ വരാൻ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ ആ കൊച്ചുകുട്ടിക്ക് ഒരു മടിയുണ്ട്. 1 മാസമായിട്ട് എൻ്റെ കൂടെ മിങ്കിൾ ചെയ്ത് വന്നതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ് ഞാനും കൂടി ഇന്ന് വരാറുണ്ട്. പക്ഷെ ഇന്ന് ശരിക്കും ചെറിയ ശാരീരിക അസ്വസ്ഥത വന്നില്ല. ഇനി എൻ്റെ ആഗ്രഹം, എൻ്റെ ഫോണിലൂടെ എൻ്റെ ഡെവലപ്മെന്റ് ഓഫീസർക്ക് ഞാൻ ഇന്നലെ റാങ്ക് ലിസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ഡെവലപ്മെന്റ് ഓഫീസർ എനിക്ക് ഇട്ട് തന്നു, സുനിത BMW or OD വേണം, അത് സുനിത വായ്പയാക്കണമെന്ന്. ഞാനൊരു തമ്പ് കൊടുത്തു. സാറേ ഞാനത് നേടിയെടുക്കുമെന്ന്. എന്ത് സാറേ, ഇതാണ് എൻ്റെ ആഗ്രഹം. ഇത് യഥാർത്ഥ ഫോട്ടോയാണ്. ഇത് റെന്റിനെടുത്ത വണ്ടിയാണ്. റെന്റിനെടുത്ത വണ്ടിയിൽ ഗ്രാൻഡ് ഹയാത്തിൽ കൊണ്ടിട്ട് ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്തതാണ്. ഇനി എൻ്റെ ആഗ്രഹം ഇതാണ്. വേയൊന്നുമല്ല കേട്ടോ, 25,000 റെന്റിന് പ്രവീൺ സാറ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ തോന്നിയേ? ഇതിൽ നിന്ന് എന്താ തോന്നിയേ? ഇത് ഞാൻ വാങ്ങിക്കും. കാരണം ഇത്തിരി സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടാകാൻ തീർത്ത് വരികയാണ്. ഈ പെട്ടെന്നൊന്നും ഓടിച്ചാടി പറ്റില്ലല്ലോ. 4 വർഷത്തെ വളർച്ചയല്ലേ ഉള്ളൂ. 4 വർഷം കൊണ്ട് വളർച്ചയുടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വിത്തിട്ട് ഞാൻ കുഞ്ഞു വേരുകൾ ഉറപ്പിച്ചു. ഇനി ഞാനിത് വലിയ വൃക്ഷമായി മാറും. എല്ലാവരുടെയും അനുഗ്രഹവും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഭർത്താവിൻ്റെയും മക്കളുടെ പിന്നെ ഈ നമ്മളോട് സഹകരിച്ച് പോകുന്ന ആൾക്കാരെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്, എനിക്കെന്തെങ്കിലും പറ്റിയാലും എൻ്റെ കസ്റ്റമേഴ്സിനൊന്നും പറ്റില്ല. കാരണം ഞാൻ 10 ദിവസം പറ്റി കിടന്നാലും കസ്റ്റമേഴ്സിന് പറ്റിയില്ലെങ്കിൽ അവരുടെ വരുമാനം കൊണ്ട് നമ്മൾക്ക് പോകാം. അങ്ങനെ വിചാരിക്കുന്നു. എന്ത് തോന്നുന്നു? ഓക്കെ, ഇനി എന്താ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?